ഭാമയുടെ വീട്ടിൽ നിന്നും പണം കാണാതായതിൽ രേവതിനെ സംശയമുണ്ടെന്ന രീതിയിൽ സംസാരിക്കുന്ന ചന്ദ്രമതിയോട് രവീന്ദ്രൻ ദേഷ്യപ്പെടുന്നു. തുടർന്ന് സച്ചി ഫോൺ വാങ്ങി ഭാമാന്റിയോട് ദേഷ്യപ്പെടുകയും പണം കാണാതായെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാനും പറയുന്നു. ശേഷം രേവതിനെ കുറ്റപ്പെടുത്തുന്ന ചന്ദ്രമതിക്ക് സച്ചിയും രവീന്ദ്രനും കണക്കിന് കൊടുക്കുന്നു. തുടർന്ന് രേവതി ചേച്ചി മാത്രമല്ല ആന്റിയും ആ വീട്ടിലുണ്ടായിരുന്നല്ലോ എന്നും ആന്റീനെ സംശയിക്കണമല്ലോ എന്നും തെളിവില്ലാതെ ഓരോന്ന് പറയരുതെന്നും പറഞ്ഞ് വർഷ ചന്ദ്രമതിയോട് പൊട്ടിത്തെറിക്കുന്നു. ശേഷം ഭാമയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കുമെന്നും ദാരിദ്ര്യം പിടിച്ച് ഇവൾ ഈ വീട്ടിൽ വന്ന് കയറിയത് മുതൽ എനിക്ക് പ്രശ്നങ്ങളാണെന്നും കാണാതായ പണം സച്ചിയും രേവതിയും തിരികെ കൊടുക്കണമെന്നും ചന്ദ്രമതി പറയുന്നത് കേട്ട് രേവതി പൊട്ടിക്കരയുന്നു. ഇത് കേൾക്കുന്ന സച്ചി വീണ്ടും ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്നു. തുടർന്ന് സച്ചിനെ രേവതിനെ പുറത്താക്കാനുള്ള നിന്റെ പുതിയ അടവാണിതെങ്കിൽ അത് നടക്കില്ലെന്നും ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം സച്ചിയും രേവതിയും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്നും രവീന്ദ്രൻ പറയുന്നു. പിന്നീട് ചന്ദ്രമതി പറഞ്ഞതെല്ലാം ഓർത്ത് സങ്കടപ്പെടുന്ന രേവതിയെ സച്ചി ആശ്വസിപ്പിക്കുന്നു. ശേഷം ഭാമാന്റെ ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് രേവതി പറയുന്നത് കേട്ട് ഭാമാന്റെ ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കില്ലെന്നും അമ്മയുടെ ഫോൺ വിളിയിൽ എനിക്ക് ചില സംശയങ്ങളുണ്ടെന്നും ഇതിനിടയിൽ എന്തോ നടന്നിട്ടുണ്ടെന്നും ഞാനത് കണ്ടെത്തുമെന്നും സച്ചി രേവതിയോട് പറയുന്നു. തുടർന്ന് സച്ചി ഭാമാന്റിനെ കാണാനും സംസാരിക്കാനും തീരുമാനിക്കുന്നു. ഇതിനിടയിൽ കാശ് കാണാതായത് രേവതിയുടെ തലയിൽ വെച്ചതുകൊണ്ട് തന്നെ സച്ചി അതിനെപ്പറ്റി അന്വേഷിക്കുമെന്നും സത്യങ്ങൾ കണ്ടുപിടിക്കുമെന്നും ഓർത്ത് ശ്രുതി ടെൻഷൻ അടിക്കുന്നു. ഇതേസമയം അവിടെ എത്തുന്ന ശ്രുതി പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്ന കാര്യം ഭാമാന്റിയോട് പറയാമെന്ന് പറയുമ്പോൾ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നു. പിന്നീട് ഭാമാന്റിയുടെ വീട്ടിലെത്തുന്ന സച്ചി ഭാമാന്റിയെ ചോദ്യം ചെയ്യുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.